ക്ലാസ് 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിരൽ നഷ്ടമാകുക, അതായത് സ്കിന്നിനെയും സോഫ്റ്റ് ടിഷ്യൂവിനെയും വെയിനെയും കട്ട് ചെയ്ത് ബോണിനെയും കട്ട് ചെയ്യുക. ഇത്തരം കേസുകൾ എമർജൻസി ആയിട്ട് മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതുണ്ട്. എന്നാൽ അറ്റുപോയി വിരൽ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് അവിടെ തുന്നിപ്പിടിപ്പിക്കാൻ പറ്റിയേക്കും. ഈ 3 കേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ആക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സ്റ്റെറൈൽ ഗോസ് ഉപയോഗിച്ച് മുറിവിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. ഇൻ കേസ് സ്റ്റെറൈൽ ഗോസ് അവൈലബിൾ അല്ലെങ്കിൽ വൃത്തിയുള്ള ക്ലോത്ത് ഉപയോഗിച്ചും ആ മുറിവിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കാവുന്നതാണ്. അറ്റുപോയി വിരൽ കിട്ടുകയാണെങ്കിൽ ആ വിരലിൽ അഴുക്കോ മറ്റോ പുരണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സലൈൻ ഉപയോഗിച്ചോ പതുക്കെ ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം സ്റ്റെറൈൽ ഗോസ് ഉപയോഗിച്ച് റാപ്പ് ചെയ്യുക. ഇൻ കേസ് സ്റ്റെറൈൽ ഗോസ് കിട്ടുകയില്ലെങ്കിൽ നീറ്റായതും നന്ദിതമായൊരു തുണി ഉപയോഗിച്ച് പതുക്കെ റാപ്പ് ചെയ്യുക. അതിനുശേഷം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗിൽ കീപ്പ് ചെയ്യുക. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗിന് വേണ്ടിയിട്ട് നമുക്ക് സീൽഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കാം. ഒരു പാത്രത്തിൽ വെള്ളവും ഐസ് എടുത്ത് പ്ലാസ്റ്റിക് ബാഗ് അതിൽ മുക്കി വെക്കുക. ഈ പ്ലാസ്റ്റിക് ബാഗ് ഡയറക്റ്റ് ഐസിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിനുള്ളിൽ ഐസ് ഇടാനോ പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്ലാസ്റ്റിക് ബാഗുമായി ഹാൻഡ് സർജറിയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. 12 മണിക്കൂറിൽ കൂടുതൽ വൈകാൻ പാടുള്ളതുമല്ല. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.